പാവുമ്പ വടക്ക് സോളാർ കശുവണ്ടി ഫാക്ടറിയിൽ രാസവസ്തു ഉപയോഗം തൊഴിലാളികളെ ആശുപത്രിയിലെത്തിച്ചു. പീലിംഗ് ഷെഡിൽ തെളിച്ച രാസവസ്തുവാണ് 6 തൊഴിലാളികൾ കുഴഞ്ഞുവിടാൻ ഇടയായത്. കുഴഞ്ഞുവീണ തൊഴിലാളികളെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാസവസ്തു തെളിച്ചതിന് ശേഷം 5 ദിവസം കഴിഞ്ഞു മാത്രമേ തൊഴിലാളികൾ ഈ ഷെഡിൽ കയറാവൂ എന്നാണ്. എന്നാൽ മാനേജ്മെന്റ് നിർബന്ധപൂർവ്വം തൊഴിലാളികളെ ഷെഡിൽ കയറ്റുകയായിരുന്നു. ഷെഡിൽ കയറിയ പാവുമ്പ സ്വദേശിനികളായ രാജി, രുക്മിണി, കുമാരി, റഹിയാനത്ത്, ശോഭനകുമാരി, ജയശ്രീ എന്നിവർ ദേഹാസ്വസ്ഥ്യമുണ്ടാവുകയും കുഴഞ്ഞു വീഴുകയും ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ഇവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. സംഭവം അറിഞ്ഞ് നാട്ടുകാരും മറ്റു തൊഴിലാളികളും ഫാക്ടറി അടപ്പിച്ചു. തൊഴിലാളിയുടെ കാര്യത്തിൽ ഫാക്ടറി മാനേജ്മെന്റ് യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ലെന്നും ആരോഗ്യകാര്യങ്ങളിൽ വേണ്ട മുൻകരുതൽ എടുക്കുന്നില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു. ഇന്ന് രാവിലെ അവർ പണിക്ക് കയറി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനകത്ത് ഇരുന്നപ്പോൾ പെണ്ണുങ്ങൾക്കെല്ലാം അസ്വസ്ഥമായിട്ട് വന്ന് ശ്വാസം മുട്ടിയും പരസ്പരം നോക്കി ഇരുന്ന് ആരും അങ്ങോട്ടൊന്നും പറയായിരുന്നത്. വടക്ക് പ്രദേശത്ത് സോളാർ എന്ന കശുവണ്ടി ഫാക്ടറിയിൽ 3 ദിവസം മുമ്പ് കീടനാശിനി തളിക്കുകയുണ്ടായി. ആ കീടനാശിനി തളിച്ചതിന് ശേഷം സാധാരണ രീതിയിൽ 4-5 ദിവസം കഴിഞ്ഞാണ് തൊഴിലാളികളെ അകത്ത് പ്രവേശിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ മാനേജ്മെൻറ്റ് ലാഭം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിലാളികളിൽ നിന്ന്. അതായത് തൊഴിലാളിയുടെ സുരക്ഷ നോക്കാതെ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് തന്നെ പണിക്ക് കയറാൻ ആവശ്യപ്പെടുകയും തൊഴിലാളികൾ പണിക്ക് വരികയും രാവിലെ ഒരു 10-15 മിനിറ്റ് അതിനകത്ത് നിന്ന് പണി ചെയ്തപ്പോൾ തന്നെ അവർക്ക് അസ്വസ്ഥയുണ്ടായി. പക്ഷേ മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പലരും ബോധം കെട്ട് വീണു. അതിനുശേഷമാണ് വെളിയിലുള്ള ആൾക്കാർ മനസ്സിലാക്കുകയും അവർ പ്രവർത്തകർ വന്ന് ബന്ധപ്പെട്ട് അവരെ ആശുപത്രിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.